അറിയാത്തവർക്കും ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാം എന്നുള്ള സീരീസിന്റെ 3ാമത്തെ ക്ലാസ് ആണെന്ന്. പ്രീവിയസ് ക്ലാസ് കാണാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലാസ് കണ്ടിട്ട് വരിക. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എങ്ങനെ ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്നുള്ളതാണ്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പേര് പറയാൻ പഠിച്ചു, ഒരാളുടെ അടുത്ത് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഏതാന്ന് പറയാൻ പഠിച്ചു, വയസ്സ് പറയാൻ പഠിച്ചു. പക്ഷെ ഇതൊക്കെ എങ്ങനെ ചോദിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒരാളുടെ അടുത്ത് പേര് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? ഇപ്പം പേര് പറയാൻ നമ്മൾ പഠിച്ചു, മൈ നെയിം ഈസ് സൂര്യ എന്ന് പറയും. പക്ഷെ എങ്ങനെയാ നമ്മൾ പേര് ചോദിക്കുക? വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിക്കുക. വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? നെയിമാണ് പേര്, വാട്ട് എന്നുള്ളത് എന്ത്, വാട്ട് ഈസ് എന്നുള്ളത് എന്താണ് നിങ്ങളുടെ പേരെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? പേര് പറയാൻ പഠിച്ചു. ഇനിയിപ്പോ എങ്ങനെ നമ്മൾ വയസ്സ് ചോദിക്കും? വയസ്സ് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഏജ് എന്ന് ചോദിക്കുന്നതിനേക്കാളും ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചാൽ മതി. ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്, നിങ്ങൾ എത്രത്തോളം ഓൾഡ് ആണെന്നാണ് ചോദിക്കുന്നത്. ഹൗ ഓൾഡ് ആർ യു? ഇനി നിങ്ങൾ എവിടെ നിന്നാണ് എന്നുള്ളതിന് നമ്മൾ എന്താ ചോദിക്കുക? വേർ ആർ യു ഫ്രം എന്ന് ചോദിക്കാം. വേർ, എവിടെ. വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്. വേർ ആർ യു കമ്മിങ് ഫ്രം എന്നൊക്കെ ചോദിക്കാം. പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേർ ആർ യു ഫ്രം എന്ന് മതി. ഇനിയിപ്പോൾ ഒരാളുടെ ജോലി എന്താണെന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വാട്ട് ഈസ് യുവർ ജോബ് എന്ന് ചോദിക്കാം. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചതുപോലെ വാട്ട് ഈസ് യുവർ ജോബ്? വാട്ട് ഈസ് യുവർ ജോബ്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരാളുടെ പേരെങ്ങനെ ചോദിക്കാം, വയസ്സ് എങ്ങനെ ചോദിക്കാം, അവരെവിടെ നിന്നാണ് വരുന്നത് എന്ന് എങ്ങനെ ചോദിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നാളെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആരെങ്കിലും അടുത്ത് അവരെ പരിചയപ്പെടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അവരെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഒട്ടും അറിയാത്ത ആൾക്കാർക്കും ഇനി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. താങ്ക് യു. English Mitra. Stop worrying, start learning.